ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ മുംബൈ ഇന്ത്യൻസ് ആരാധകർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് മുംബൈ ക്യാമ്പിൽ നിന്ന് കേൾക്കുന്നത്. മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിലേക്ക് മടങ്ങിയത് ജസ്പ്രീത് ബുംറ ഇന്ന് കളിക്കുമെന്ന് കോച്ച് മഹേല ജയവർദ്ധന പറഞ്ഞു കഴിഞ്ഞു. നിലവിൽ ലോക ക്രിക്കറ്റിലെ ഏറ്റവും ഡേഞ്ചറസ് ആയ, ഏറ്റവും ലീഥലായ പേസ് ബൗളർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന താരമാണ് ബുംറ. അപ്പം ബുംറയുടെ തിരിച്ചുവരവ് എന്തായാലും മുംബൈ ഇന്ത്യൻസിന്റെ കോൺഫിഡൻസ് വാനോളം ഉയർത്തും. ഇനി മുംബൈ ഇന്ത്യൻസിന്റെ ഈ സീസണിലേക്ക് വന്നാൽ ഒരു ടിപ്പിക്കൽ മുംബൈ സ്റ്റാർട്ട് അങ്ങനെയാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. കാരണം സീസണിന്റെ തുടക്കത്തിൽ തന്നെ അവരങ്ങനെ കുറച്ച് മത്സരങ്ങൾ തോറ്റു തുടങ്ങുന്നത് ഇതാദ്യമായിട്ടല്ല. തുടർച്ചയായി കുറച്ച് മത്സരങ്ങൾ തോറ്റ ശേഷം ആ സീസണിൽ കപ്പടിച്ച ചരിത്രവും അവർക്കുണ്ട്. നമ്മൾ ഈ സീസണിലേക്ക് നോക്കുമ്പോൾ അവരുടെ ആദ്യത്തെ മത്സരം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ചെപ്പോക്കിലായിരുന്നു. ആ മത്സരം അവർ തോറ്റു. ഒരു വലിയ മാർജിനിൽ ആ മത്സരം അവർ തോൽക്കേണ്ടതായിരുന്നെങ്കിലും മലയാളിയായ സ്പിന്നർ വിഘ്നേഷ് പുത്തൂർ അവരെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ആ മത്സരം ഒരു 20-ാം ഓവർ വരെ നീട്ടുകയും ചെയ്തു. പിന്നെ രണ്ടാമത്തെ മത്സരത്തിൽ അവർ ഗുജറാത്ത് ടൈറ്റൻസിനോട് പരാജയപ്പെട്ടു. അതും ഏകദേശം ഒരു ആദ്യത്തെ ഒരു 10 ഓവർ, ഒരു 12 ഓവർ വരെ അവർ ആ ഒരു ചേസിൽ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവരുടെ ടീമിൽ തന്നെ, അതായത് ഇപ്പോൾ ഒരു ബാറ്റിംഗ് ഓർഡറിൽ തന്നെ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതായത് സൂര്യകുമാർ യാദവ് ക്രീസിൽ നിൽക്കുക തന്നെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരം റോബിൻ മിൻസിനെ ഇറക്കി. പിന്നെ അത് ഫെയിലായി പോയി. പിന്നീട് വന്ന ഹാർദിക് പാണ്ഡ്യയ്ക്കും സ്കോർ ഉയർത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ ഒരു ബാറ്റിംഗ് ഓർഡറിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ടീമിൽ തന്നെ, അതായത് ആദ്യത്തെ മത്സരത്തിൽ നന്നായിട്ട് കളിച്ച വിഘ്നേഷ് പുത്തൂർ ടീമിലില്ല, വിൽ ജാക്സ് ടീമിലില്ല, പകരം മുജീബിനെ കൊണ്ടുവന്നു. മുജീബിന് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ചില ഫസ്റ്റ് മാച്ചിനെ അപേക്ഷിച്ച് ചില ഇൻകൺസിസ്റ്റൻസീസ് ആ ടീമിലുണ്ടായിരുന്നു. ആ മത്സരം അവർ തോറ്റു. മൂന്നാമത്തെ മത്സരമായിരുന്നു അവരുടെ ആദ്യത്തെ ഹോം മാച്ച്. വാങ്കഡയിലേക്ക് വന്നപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നു അവരുടെ എതിരാളികൾ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഡോമിനന്റ് ആയിട്ടാണ് അവർ പരാജയപ്പെടുത്തിയത്. അതായത് ഒരു ചെറിയ സ്കോറിൽ ഒതുക്കിയിട്ട് 13 ഓവറിനുള്ളിൽ തന്നെ അവർ ആ സ്കോർ ചേസ് ചെയ്തു. അങ്ങനെ വളരെ മികച്ചൊരു വിജയം. പിന്നെ 4-ാം മത്സരത്തിൽ അതൊരു എവേ മാച്ച് ആയിരുന്നു. ലക്നൌവിലെ ഏകനാഥ് സ്റ്റേഡിയത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ. ഈ മത്സരത്തിന്റെ കാര്യം പറയുമ്പോൾ അവരൊരു 15-ാം ഓവർ വരെ, അതായത് ഇക്കളി അവർ ചേസിങ് ആയിരുന്നു. ഒരു മത്സരത്തിന്റെ ചേസിംഗിൽ ഒരു 15-ാം ഓവർ വരെ അവർ കളിയിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ, ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ 15-ാമത്തെ ഓവർ കഴിയുമ്പോൾ നമുക്ക് മുംബൈക്ക് തീർത്തും വിജയസാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ ചേസ് അവർ പ്രതീക്ഷിച്ചതുപോലെ വന്നില്ല. നമുക്കറിയാം ആ മത്സരത്തിൽ തിലക് വർമ്മയെ റിട്ടയർഡ് ഔട്ട് ആക്കിയിട്ട് പകരം മിച്ചൽ സാന്നറെ അവർ കയറ്റി. സത്യത്തിൽ ആ ഒരു ഇതിന്റെ ലോജിക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ശരിക്കും തിലക് വർമ്മ ആ മത്സരത്തിൽ സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പം നമ്മൾ തിലക് വർമ്മയെ പോലൊരു ബാറ്ററെ തിരിച്ചു വിളിക്കുമ്പോൾ ഒരു പവർ ഹിറ്ററെയാണ് നമ്മൾ അവിടെ വിടേണ്ടത്. ആ ഒരു തീരുമാനം ലോജിക്കലി ചിന്തിക്കുമ്പോൾ എത്ര ശരിയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പിന്നെ ഹാർദിക് പാണ്ഡ്യ ആ ഒരു ലാസ്റ്റ് ഓവർ സ്ട്രൈക്ക് ഫാം ചെയ്തു. ഫസ്റ്റ് ബോൾ 6 അടിച്ചൊരു പ്രതീക്ഷയൊക്കെ തന്നു. പക്ഷെ പിന്നീട് പുള്ളിക്കും അത് ടൈം ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ മത്സരം അവർ തോക്കുകയാണ് ഉണ്ടായത്. അപ്പം തിരിച്ചവർ വീണ്ടും വാങ്കഡയിലേക്ക് വരികയാണ്. അപ്പോൾ വാങ്കഡയിൽ ഇതുവരെ നടന്ന ഒരു മത്സരം നടന്നിട്ടുള്ളൂ. അത് വളരെ ഡോമിനന്റ് ആയിട്ട് തന്നെ അവർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പരാജയപ്പെടുത്തി. അങ്ങനെ അവർ വാങ്കഡയിലേക്ക് വീണ്ടും വരുമ്പോൾ ജസ്പ്രീത് ബുംറയുടെ രൂപത്തിൽ ഏറ്റവും വലിയ ബൂസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ബോളിംഗിൽ ജസ്പ്രീത് ബുംറ ഉണ്ടാക്കുന്ന ഒരു വിടവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെ കൊണ്ടും നികത്താൻ കഴിയുന്ന ഒന്നല്ല. ഇപ്പൊ നമുക്ക് ഇവരുടെ മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്, അശ്വിനി കുമാർ നമ്മുടെ കൊൽക്കത്തക്കെതിരെ മത്സരത്തിൽ നന്നായിട്ട് ബോൾ ചെയ്തു. അതൊരു യങ് ടാലന്റ് ആണ്. വിഘ്നേഷ് പുത്തൂരിനെ പോലെ തന്നെ അവരുടെ സ്കൗട്ടിംഗ് ടീം കണ്ടെത്തിയൊരു ടാലന്റ് ആണ്. പുള്ളി ആ മത്സരത്തിൽ നന്നായിട്ട് കളിച്ചു. പക്ഷെ അങ്ങനെയൊക്കെ വന്നാലും ഈ ജസ്പ്രീത് ബുംറ തരുന്ന ഒരു ഇതുണ്ട്, അത് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇനി പവർ പ്ലേയിലായാലും മിഡിൽ ഓവേഴ്സിലായാലും ഡെത്ത് ഓവേഴ്സിലായാലും ജസ്പ്രീത് ബുംറയുടെ ഒരു എഫക്റ്റീവ്നെസ് വേറെ ഒരു ബോളറെ കൊണ്ട് തരാൻ സാധിക്കുന്ന ഒന്നല്ല. അതാണ് അവർക്ക് ഇപ്പോൾ തിരികെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മറ്റേ അന്ന് നമ്മുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിൻ്റെ പരിക്കേറ്റ് പുറത്തു പോയതിനു ശേഷം ആദ്യമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രിക്കറ്റിലേക്ക് ബുംറ മടങ്ങിയെത്തുന്നത്. തീർച്ചയായിട്ടും അത് അവരുടെ സ്പിരിറ്റിനെ ഉയർത്തും, കോൺഫിഡൻസ് 10 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യും. ഇനി നമുക്ക് അവരുടെ എതിരാളികളായ RCBയെ പറ്റി കൂടെ നോക്കിയിട്ട് നമുക്ക് ആ ഒരു പ്രെഡിക്റ്റഡ് ടീമിലേക്ക് വരാം. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് തങ്ങളുടെ പുതിയ ക്യാപ്റ്റനായ രജത് പട്ടിദാറിന് കീഴിൽ മികച്ചൊരു തുടക്കമാണ് കിട്ടിയിരിക്കുന്നത്. അതായത് അവരുടെ ആദ്യത്തെ 2 മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടഫ് മാച്ചസ് ആണ് ആ ഒരു ഫിക്സ്ചർ നോക്കുമ്പോൾ. അതായത് ഈഡൻ ഗാർഡൻസ് വെച്ച് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ, അതിനുശേഷം 2008 ശേഷം ഇതേവരെ വിജയിക്കാത്ത ചെപ്പോക്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ. ഈ 2 മത്സരങ്ങളും വളരെ ഡോമിനന്റ് ആയിട്ടാണ് അവർ ജയിച്ചത്. അവർ തട്ടിമുട്ടി ജയിച്ചതല്ല. ഇപ്പോൾ ആദ്യത്തെ മത്സരത്തിലായാലും നമ്മുടെ KKR ആയിട്ടുള്ള മത്സരം നോക്കുമ്പോൾ ആ ഒരു KKRന്റെ ബാറ്റിങ്ങിൽ 4-ാം ഓവർ മുതൽ 10-ാം ഓവർ വരെ ആ ഒരു സുനിൽ നരൈൻ, അജിങ്ക്യ രഹാനെ തകർത്തടിച്ച ആ ഒരു ഫേസ് ഒഴിച്ച് ബാക്കി ഒരു ഫേസിൽ പോലും പിന്നോട്ട് പോയിട്ടില്ല. ബാക്കി എല്ലാ ഫേസിലും അവർ KKRനെ ഡോമിനേറ്റ് ചെയ്തു. ഇപ്പോൾ ചെപ്പോക്കിലേക്ക് വരുമ്പോൾ മാച്ച് ഫുൾ, അത് ഫസ്റ്റ് ബാറ്റ് ചെയ്തതും തൊട്ട് അവരെ അവസാന പന്ത് വരെ, ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ അവരെറിഞ്ഞ അവസാന പന്ത് വരെ അവരെ ഡോമിനേറ്റ് ചെയ്യുകയാണ് RCB ചെയ്തത്. അപ്പോൾ നമുക്ക് RCBയുടെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച തുടക്കം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇപ്പോൾ ആദ്യത്തെ 2 മത്സരം ജയിച്ചത് മാത്രമല്ല, ആ ജയിച്ച രീതി, അത് അവരെവിടെയൊക്കെയാണ് ജയിച്ചത്, അതൊക്കെ വെച്ച് നോക്കിയാൽ ഒരു പെർഫെക്റ്റ് സ്റ്റാർട്ടായിരുന്നു. പിന്നെ അവർ 3-ാമത്തെ മത്സരം അവരുടെ ഹോം സ്റ്റേഡിയമായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് വന്നു. ഇവിടെ വന്നപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ പൊതുവെ RCBക്ക് നല്ല റെക്കോർഡല്ല ഉള്ളത്. 2017 IPL ശേഷം അറൗണ്ട് 44% മത്സരങ്ങൾ മാത്രമേ അവർക്ക് അവിടെ ജയിക്കാനായിട്ടുള്ളൂ.
ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ടീമിലുള്ള പ്രശ്നം. അതായത് ഞാൻ എൻ്റെ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, അവരുടെ നേരത്തെ ഉള്ള സീസണുകളിൽ ഇപ്പോൾ ദിനേശ് കാർത്തിക് ആ ടീമിൽ ഫിനിഷർ റോളിലേക്ക് വരുന്നതിന് മുമ്പ് അവരുടെ ലോവർ മിഡിൽ ഓർഡർ അത്ര മികച്ചതല്ലായിരുന്നു. അതുപോലെ തന്നെ ബോളിംഗ് ഇവരെപ്പോഴും ഒരു ടോപ്പ് ഹെവി, ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ് ഗെയിൽ, വിരാട് കോഹ്ലി, എബി ഡി വില്ലിയേഴ്സ്, അങ്ങനെ ഒരു ടോപ്പ് 3 or 4 അങ്ങനെ അവരങ്ങനെയുള്ള ആ താരങ്ങൾ ബാറ്റ് ക്യാരി ചെയ്താൽ മാത്രമേ ഇവർ മികച്ചൊരു ടോട്ടൽ എത്തുള്ളായിരുന്നു. പക്ഷെ അവരങ്ങനെ പെട്ടെന്ന് ഔട്ടായി കഴിഞ്ഞാൽ ടീം സ്ട്രഗിൾ ചെയ്യും. അതുപോലെ തന്നെ ചിന്നസ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയ പിച്ചുമല്ല. നമുക്കിപ്പോൾ 220, 230 എടുത്താലും അവസാന പന്ത് എറിയുന്നത് വരെ ആ സ്കോർ ആ സ്റ്റേഡിയത്തിൽ സേഫ് അല്ല. അപ്പോൾ ഈ റീസണുകളെല്ലാം കൂടി വന്നപ്പോഴേക്കും തീർച്ചയായിട്ടും ഇവരുടെ ഒരു വിന്നിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു. അതായത് ഒരു ഫോർട്രസ് അല്ല. ഇപ്പോൾ ചെപ്പോക്കിൽ ചെന്ന് ചെന്നൈയെ തോൽപ്പിക്കുക, ഈ സീസണിൽ അത് നടന്നു, നമുക്കറിയാം. RCB തോൽപ്പിച്ചു, ഡൽഹി ക്യാപിറ്റൽസ് തോൽപ്പിച്ചു. പക്ഷെ അതിന് മുൻപ് ഇപ്പോൾ ഒരു 1-2 വർഷത്തിന് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ചെപ്പോക്കിൽ ചെന്ന് ചെന്നൈയെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു സീസണിൽ ചിലപ്പോൾ 1-2 മാച്ച് അവർ തോറ്റാലായി ചെപ്പോക്കിൽ. അങ്ങനെയാണ്. ഈ സീസണിലാണ് അവർ ഏറ്റവും മോശം ഹോം റെക്കോർഡ് CSKക്ക് വന്നത്. അപ്പോൾ അതുപോലെ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അത്രയും ഡോമിനൻ്റ് അല്ല. ഇപ്പം അങ്ങനെ ഇപ്പോൾ മുംബൈ പോയിട്ട് വാങ്കഡെ പോയിട്ട് മുംബൈയെ തറപറ്റിക്കുക, അതുപോലെ നമ്മുടെ രാജസ്ഥാൻ റോയൽസ് ജയ്പൂരിൽ പോയിട്ട് അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ അവരൊരു ഫോർട്രസ് ആക്കി വെച്ചേക്കാണ്. അതായത് ഹോം സ്റ്റേഡിയത്തിൽ വന്നാൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷെ കുറച്ച് വിയർക്കേണ്ടി വരും. പക്ഷേ ചിന്നസ്വാമിയിൽ അങ്ങനെയല്ല. അതായത് ഒരു വലിയ സ്കോർ ഇനി RCB നേടിയാലും അത് ചേസ് ചെയ്യാൻ പറ്റും. അത് അവരുടെ ആ ഗ്രൗണ്ടിൻ്റെ ബൗണ്ടറിയുടെ ഇത്, അതുപോലെ ഓൾട്ടിറ്റ്യൂഡ്, ഇതെല്ലാം കാരണമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ആ ഒരു ലോവർ മിഡിൽ ഓർഡറിലെ പ്രശ്നം, ബോളിങ്ങിൻ്റെ പ്രശ്നം, അതുപോലെ ചിന്നസ്വാമിയുടെ ആ ഒരു ഡയമെൻഷൻസ് എല്ലാം കൂടെ ആയപ്പോഴേക്കും ഇവർക്കൊരു ഹോം അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ കഴിയാതെ പോയി. ഇപ്പോൾ ഇവിടെ ഈ സീസണിൽ വന്നപ്പോഴായാലും ആദ്യത്തെ മത്സരത്തിൽ ഇവർ പരാജയപ്പെടുത്താനുണ്ടായത് ഗുജറാത്ത് ടൈറ്റൻസിനോട്. ഇവർ മത്സരം തോറ്റത് ആ ഒരു പവർ പ്ലേയിൽ തന്നെയാണ്. അതായത് അവരുടെ ടീമിൽ തുടർച്ചയായി 7 വർഷം അവർക്ക് വേണ്ടി കളിച്ചതിന് ശേഷം പിന്നീട് GTയിലെത്തിയ സിറാജ് സത്യം പറഞ്ഞില്ല തീ തുപ്പുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ മികച്ച ബോളിംഗ് ആണ് സിറാജ് ആ മത്സരത്തിൽ പുറത്തെടുത്തത്. ഇപ്പോൾ ആദ്യത്തെ 2 മത്സരത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വന്നപ്പോൾ ആ പിച്ചിന് സ്പീഡുമായിട്ട് സിങ്ക് ആവാൻ ബാറ്റേഴ്സിന് കഴിയാതെ പോയി. ഇപ്പം ആദ്യത്തെ 2 മത്സരങ്ങളിൽ മികച്ച തുടക്കം നൽകിയ ഫിൽ സാൾട്ട് കളിച്ച ആ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. പുള്ളി ആ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ പിച്ചിൻ്റെ ഒരു പേസുമായിട്ട് സിങ്ക് ആവാൻ പുള്ളിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് സത്യം പറഞ്ഞാൽ ബാറ്റേഴ്സ് എല്ലാം വന്ന് എല്ലാവരും അടിക്കാൻ നോക്കി, വിക്കറ്റ് പോയി. കോഹ്ലി പക്ഷേ എനിക്ക് തോന്നിയത് ആ ഒരു പിച്ചിൻ്റെ സ്പീഡുമായിട്ട് സിങ്ക് ആയി. പക്ഷേ ഒരു ബോൾ നന്നായിട്ട് ടൈം ചെയ്തു, പക്ഷേ പ്ലേസ്മെൻറ്റ് പാളിപ്പോയതുകൊണ്ട് നമ്മുടെ അർഷദ് ഖാൻ വിക്കറ്റ് സമ്മാനിച്ച് കോഹ്ലി മടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്നൊരു 4 വിക്കറ്റ് പോയി. അവിടെയാണ് അവർക്ക് മത്സരം നഷ്ടമായത്. പക്ഷേ പിന്നെ ഞാനൊരു RCB ഫാനാണെന്ന് എൻ്റെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ RCBക്ക് ആശ്വസിക്കാനുള്ള വകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയൊക്കെ ആണെങ്കിൽ ഒരു 4 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ അവർ 120-130 സ്കോറിൽ ഒതുങ്ങും. അതായത് ഒട്ടും കോമ്പറ്റീറ്റീവ് അല്ലാത്തൊരു സ്കോറിൽ ഒതുങ്ങിയേനെ. പക്ഷേ ഈ മത്സരത്തിൽ വന്നപ്പോൾ ആ ഒരു 4 വിക്കറ്റ് അവരുടെ മികച്ച താരങ്ങൾ പോയെങ്കിലും പിന്നീട് ലിവിങ്സ്റ്റണിൽ നിന്ന് നമ്മൾ സ്ഥിരം പ്രതീക്ഷിക്കുന്ന ഒരു ഡിസ്ട്രക്റ്റീവ് ഇന്നിങ്സ് അല്ല ഉണ്ടായതെങ്കിലും ആ ഒരു മികച്ച ബോളിംഗ് ലൈനപ്പിനെതിരെ, അതായത് കണ്ടീഷൻ നന്നായിട്ട് മനസ്സിലാക്കി അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്ത GT ബോളേഴ്സിനെതിരെ 170 പോലൊരു ടാർഗറ്റ് വെക്കാൻ അവർക്കായി. അതായത് ഓഫ് കോഴ്സ് ചിന്നസ്വാമിയിൽ 170 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടാർഗറ്റ് അല്ല, ബിലോ പാർ ടോട്ടൽ ആണെങ്കിലും നമുക്ക് ടൂർണമെൻറ്റിൻ്റെ ഒരു ലോങ് വ്യൂ നോക്കുമ്പോൾ, അതായത് അല്ലെങ്കിൽ ഒരു 110 ഒതുങ്ങിക്കഴിഞ്ഞാൽ നെറ്റ് റൺ റേറ്റ് ഭയങ്കര ഏറ്റു കിട്ടും. പക്ഷേ ഇവർ അതിൽ നിന്ന് നല്ല റിക്കവറായി. അതുപോലെ തന്നെ മത്സരം ഒരു 10, 12, 14 ഓവർ തോറ്റു കൊടുത്തതുമില്ല. ഒരു 18ാമത്തെ ഓവർ വരെ GT ബാറ്റിംഗ് ഓർഡറിനെ ആ ഒരു സ്കോർ ചേസ് ചെയ്തതിൽ നിന്ന് ഒന്ന് നിയന്ത്രിക്കാൻ അവർക്കായി. ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അവർ നന്നായിട്ട് തന്നെയാണ് ബോൾ ചെയ്തത്, പക്ഷേ വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ചെറിയൊരു സ്കോർ ഡിഫെൻഡ് ചെയ്യുമ്പോൾ വിക്കറ്റ് എടുത്തേ പറ്റുള്ളൂ, പക്ഷേ അത് എടുക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ഒരു പെട്ടെന്ന് മത്സരം കൊണ്ട് ഓടിപ്പോയി ഒരു 13 ഓവറിലോ അല്ലെങ്കിൽ 14 ഓവറിലോ ചേസ് ചെയ്തിട്ട് നെറ്റ് റൺ റേറ്റ് വലിയൊരു ഹിറ്റ് അവർ വാങ്ങിയില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടല്ലോ, അതായത് ചിന്നസ്വാമിയിൽ ഒരിക്കലും ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്തൊരു സ്കോർ വെച്ചും ആ മത്സരം 18ാമത്തെ ഓവർ വരെ കൊണ്ടുപോയി എന്നുള്ളതാണ്. അതുമാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 30 റണ്ണോട് അധികം ഉണ്ടായിരുന്നെങ്കിൽ അത് നല്ലൊരു മത്സരമായിട്ട് മാറിയേനെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു മത്സരമേ തോറ്റിട്ടുള്ളൂ. അതായത് സീസണിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ എന്തായാലും എല്ലാ ടീമുകളും ഇനി നമ്മൾ എത്ര ഇൻവിൻസിബിൾ ആണെന്നൊക്കെ പറഞ്ഞാൽ അവിടെ എവിടെയൊക്കെ ഒരു ലോങ് ടൂർണമെൻറ്റ് തോക്കും. ഇത് പക്ഷേ തുടക്കത്തിലേ വന്നതുകൊണ്ട് അവരുടെ ടീമിലുള്ള എന്തെങ്കിലും പോരായ്മകളൊക്കെ നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊരു പാനിക് ബട്ടൺ പ്രസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഒന്നുമല്ല RCBക്ക്. ഓഫ് കോഴ്സ് ഒരു ലോങ് ടൂർണമെൻറ്റിൽ ഉണ്ടാവുന്ന തോൽവിയാണ്. പക്ഷേ ഇനി ഒരു 2-3 മത്സരങ്ങൾ അടുപ്പിച്ച് തോറ്റാലാണ് ഇവർക്കൊരു പ്രശ്നം. അതായത് ഇനിയിപ്പം ഇന്ന് മുംബൈക്ക് നടക്കുന്ന മത്സരം തോക്കുന്നു, അതിനടുത്ത മത്സരം തോക്കുന്നു, അങ്ങനെ ഒരു 2-3 മത്സരം തോറ്റു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് ആശങ്കപ്പെടേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ അവരുടെ ടീമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ തന്നെ വിചാരിക്കുന്നത് ആ ഒരു തുടക്കത്തിൽ പെട്ടെന്ന് ഒരു 4 വിക്കറ്റ് പോയിട്ടും നമ്മൾ റിക്കവറായി. അതുപോലെ ആ ഒരു ചിന്നസ്വാമി പോലെ ബാറ്റിങ്ങിന് അങ്ങനെ അത്ര കണ്ട് പിന്തുണയ്ക്കുന്ന പിച്ചിൽ നമ്മൾ അവരെ 18ാമത്തെ ഓവർ വരെ നീട്ടിക്കൊണ്ടുപോയി. ആ ഒരു രീതിയിലായിരിക്കും ആൻഡി ഫ്ലവറും, നമുക്കറിയാം ഓൾ അറൗണ്ട് വേൾഡ് സക്സസ്ഫുൾ ആയിട്ടുള്ള കോച്ചാണ് ആൻഡി ഫ്ലവർ. അപ്പോൾ ആൻഡി ഫ്ലവർ ഉണ്ട്, DK ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആ ഒരു രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
അവർക്ക് ഇപ്പോൾ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇനി ഒരു 2-3 മത്സരങ്ങൾ തോറ്റു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അവർക്കൊരു പാനിക് ബട്ടൺ പ്രസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. ഇനി നമുക്ക് പ്രെഡിക്റ്റഡ് പ്ലേയിങ് 12ലേക്ക് വന്നാൽ നമുക്ക് ആദ്യം ഹോസ്റ്റായ മുംബൈ ഇന്ത്യൻസിന്റെ കാര്യം നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ മത്സരം പരിക്ക് മൂലം രോഹിത് ശർമ്മ കളിച്ചിരുന്നില്ല. അപ്പോൾ രോഹിത് ഇഞ്ചുറി അത് ഫുള്ളി ഫിറ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് രോഹിത് ശർമ്മ മടങ്ങി വരും. ജസ്പ്രീത് ബുംറയും കളിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. മഹേല ജയവർദ്ധന ജസ്പ്രീത് കളിക്കും എന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അശ്വിനി കുമാറിന് പകരം ബുംറ ആയിരിക്കും കളിക്കുക. അപ്പോൾ അത് രണ്ടും അല്ലാതെ ടീമിൽ വലിയ ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ കഴിഞ്ഞ മത്സരം കളിച്ച ടീം തന്നെയായിരിക്കും അവർ ഇത് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ രാജ്ഭാവയ്ക്ക് പകരം രോഹിത് ശർമ്മയും അതുപോലെ നമുക്ക് അശ്വിനി കുമാറിന് പകരം ജസ്പ്രീത് ബുംറ ആയിരിക്കും വരുന്നത്. അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ചേഞ്ചസിന് വലിയ സാധ്യത കാണുന്നില്ല. ഇനി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും ആ ഒരൊറ്റ തോൽവി അവരുടെ ടീമിനെ ഒരു ചോപ്പ് ആൻഡ് ചേഞ്ച് നടത്താനുള്ള ആശങ്കപ്പെടേണ്ട തോൽവിയൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ഇനി ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റാസിക്കിന് പകരം സുയാഷ് ശർമ്മ. അപ്പോൾ കഴിഞ്ഞ കളി ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് റാസിക്കിനെയാണ് ഉപയോഗിച്ചത്. ഈ തവണ അത് സുയാഷ് ശർമ്മ ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി അല്ലെങ്കിൽ അവർക്ക് വേറെ ഒരു സ്പിൻ ഓപ്ഷനാണ്. ഒരു ലെഫ്റ്റ് ഹാം ഓൾറെഡി കുണാൽ പാണ്ഡ്യ ഉണ്ട്, എന്നാൽ ലെഫ്റ്റ് ഹാം സ്പിൻ വേണമെങ്കിൽ അവർക്ക് സ്വപ്നിൽ സിംഗിനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സുയാഷ് ശർമ്മ ആയിരിക്കും. അല്ലെങ്കിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ മൈന്യൂട്ട് ചേഞ്ചസ് മാത്രം. അപ്പോൾ മുംബൈ ഇന്ത്യൻസിൽ 2 ചേഞ്ചസിന് ഞാൻ സാധ്യത കാണുന്നുണ്ട്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു ചേഞ്ചിന് ഞാൻ സാധ്യത കാണുന്നുള്ളൂ. അപ്പോൾ ഇതാണ് അവരുടെ പ്രെഡിക്റ്റഡ് പ്ലേയിങ് 12 എന്ന് പറയുന്നത്. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നാൽ നമുക്കറിയാം വാങ്കഡയാണ്, റൺസ് ഒഴുകുന്ന പിച്ചാണ്. പക്ഷേ വാങ്കഡയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീം ബൗളിങ്ങിന് പിന്തുണ നൽകുന്ന ഒരു പിച്ചായിരിക്കും വാങ്കഡയിൽ. എപ്പോഴും നമുക്കറിയാം വാങ്കഡയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫാസ്റ്റ് ബൗളേഴ്സിനെ പവർ പ്ലേയുടെ തുടക്കത്തിൽ തുണയ്ക്കുന്ന ഒരു പിച്ചാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ പ്ലേയിൽ അധികം വിക്കറ്റ് കളയാതിരിക്കുക. അങ്ങനെ വിക്കറ്റ് കളയാതിരുന്ന് കഴിഞ്ഞാൽ അവസാനം ഒരു 6-7 ഓവറിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ കഴിയും. അത് പവർ പ്ലേയിൽ മാച്ച് അടിയറവ് വെച്ചില്ലെങ്കിൽ പിന്നീട് നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്ത് ഒരു 200+ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു കണ്ടീഷനാണ് വാങ്കഡയിലേത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ കൊൽക്കത്തയ്ക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിലെ വിക്കറ്റ് പോയി. അവസാനം അവർ ഒരു സൈഡിൽ അടിക്കുന്നു, ഒരു സൈഡ് വിക്കറ്റ് പോകുന്നു. അവസാനം അവർ 16 ഓവറിനുള്ളിൽ ഓൾ ഔട്ട് ആയിപ്പോയി. പക്ഷെ അവിടെ അങ്ങനെ ആയില്ല. ഒരു ആദ്യത്തെ 10-12 ഓവറിൽ 2-3 വിക്കറ്റൊക്കെ പോയെങ്കിൽ അവസാന ഓവറിൽ തകർത്തടിക്കാൻ പറ്റും. അങ്ങനെ തകർത്തടിക്കാൻ പറ്റിയൊരു യൂണിറ്റ് ഇപ്പോൾ RCBക്കും ഉണ്ട്. നമുക്ക് നമ്മുടെ മുംബൈ ഇന്ത്യൻസ് നോക്കിക്കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിനും ഉണ്ട്. അപ്പോൾ അങ്ങനെയായിരിക്കും പിച്ചിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഈ 2 ടീമിൻ്റെയും ഓപ്പണിംഗ് ബോളേഴ്സിനെ ചിലപ്പോൾ സ്യൂട്ട് ചെയ്യും. ഒരു സൈഡിൽ ബോൾട്ട് ഉണ്ട്, ചഹറുണ്ട്, ബുംറയുണ്ട്. ഒരു സൈഡിൽ ഭുവിയുണ്ട്, ഹേസൽവുഡ് ഉണ്ട്. അപ്പം ആര് ഈ കണ്ടീഷൻ നന്നായിട്ട് പ്ലാൻ ചെയ്ത് ആര് ഇത് മുതലെടുക്കുന്നോ, ആ ഒരു പവർ പ്ലേയിൽ കുറച്ച് സീമിങ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് ആര് കൂടുതൽ മുതലെടുക്കുന്നുവോ ആ ടീമിനൊരു മുൻതൂക്കം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. ഇവിടെ മുംബൈ നിരയിൽ നിന്ന് ഓഫ് കോഴ്സ് ജസ്പ്രീത് ബുംറ. ഒരു ലോങ് ഇഞ്ചുറി ലേ ഓഫിന് ശേഷമാണ് ബുംറ ടീമിലേക്ക് വരുന്നത്. അപ്പം ബുംറ കളിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ബുംറ ആ ഒരു പഴയ ഒരു ഇതിൽ തുടക്കം തന്നെ ആ ഒരു പഴയ അർത്ഥത്തിലെത്താൻ സാധിക്കുമോ എന്നത് ഞാൻ ഉറ്റുനോക്കുന്ന കാര്യമാണ്. പിന്നെ തിലക് വർമ്മ. ഇവിടെ പറയാൻ കാര്യം തിലക് വർമ്മ നല്ല ഫെൻറ്റാസ്റ്റിക് പ്ലെയർ ആണ്. ഇന്ത്യക്ക് വേണ്ടി അടുത്തടുത്ത മത്സരങ്ങളിൽ സെഞ്ചുറി നേടിയിട്ടുണ്ട്. എക്സ്പ്ലോസീവ് ബാറ്ററാണ്. പക്ഷെ കഴിഞ്ഞ 3 മത്സരങ്ങളിൽ 2 മത്സരങ്ങൾ, അതായത് അവർ ചേസ് ചെയ്ത് തോറ്റു കഴിഞ്ഞ 2 മത്സരങ്ങൾ, LSGക്കെതിരെയും GTക്കെതിരെയും, ഈ 2 മത്സരങ്ങളിലും ഒരു നല്ല സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യാൻ തിലക് വർമ്മയ്ക്ക് കഴിഞ്ഞില്ല. ഒരു ഏകദേശം 100-110 ആ ഒരു സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് ചെയ്ത്. കഴിഞ്ഞ മത്സരത്തിൽ മഹേല ജയവർദ്ധനെ ഇടയ്ക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്തു, റിട്ടയർഡ് ഔട്ട് ആക്കുകയും ചെയ്തു. സാൻഡറിനെയാണ് പകരം വിട്ടത്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ തിലക് വർമ്മയുടെ ഒരു കോൺഫിഡൻസിനെ ഡെൻഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് തിലക് മുക്തനാവുന്നത് എന്ന് ഞാൻ ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് മറന്നിട്ട് ആ 2 മത്സരം പാസ്റ്റിൽ വിട്ടിട്ട് എങ്ങനെയായിരിക്കും തിരിച്ച് ഹോം ഗ്രൗണ്ടിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും തിലക് പെർഫോം ചെയ്യുക എന്നുള്ളത് ഞാൻ ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇനി RCB നിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് ടിം ഡേവിഡിനെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ പഴയ ടീം, അതായത് ആദ്യം RCB കളിച്ചെങ്കിലും വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചില്ല. പക്ഷേ പിന്നീട് മുംബൈക്ക് വേണ്ടി നല്ല പ്രകടനം കാഴ്ചവെച്ചു. ടിം ഡേവിഡ് എങ്ങനെയായിരിക്കും നാളെ പെർഫോം ചെയ്യുക? അതുപോലെ തന്നെ ഫിൽ സാൾട്ടും വിരാട് കോഹ്ലി. ഞാൻ പറഞ്ഞു നല്ലൊരു പവർ പ്ലേ ബോളേഴ്സാണ് അപ്പുറത്തുള്ളത്, ട്രെന്റ് ബോൾട്ടും ദീപക് ചഹാറും. അപ്പോൾ ആദ്യ 2 മത്സരങ്ങളിലും മികച്ച തുടക്കം നൽകാൻ ഫിൽ സാൾട്ടിനായി. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ അത് നടന്നില്ല. അപ്പോൾ അതിൽ നിന്ന് റിക്കവറായി എങ്ങനെയാണ് ഒരു ബെസ്റ്റ്, നമ്മുടെ IPLന്റെ ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പണിംഗ് ബോളേഴ്സിനെതിരെ ഫിൽ സാൾട്ട് സ്കോർ ചെയ്യുക. അതുപോലെ വിരാട് കോഹ്ലിയുടെ ഒരു കാലിബറിനെ സംബന്ധിച്ചും ലാസ്റ്റ് 2 മാച്ചസ്, അതായത് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. കഴിഞ്ഞ മത്സരത്തിൽ നല്ല ടച്ചിലായിരുന്നെങ്കിലും നല്ലൊരു സ്കോർ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ വിരാട് കോഹ്ലി എങ്ങനെയാണ് ഈ മത്സരത്തിൽ അവരുടെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് എങ്ങനെയാണ് ഇവരുടെ ഈ ഓപ്പണിംഗ് ബോളേഴ്സിനെ നേരിടുക എന്നതും ഞാൻ കാത്തിരിക്കുന്ന ഒരു കോൺടെസ്റ്റാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആരായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുക? മുംബൈ ഇന്ത്യൻസോ അതോ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.